കൊച്ചി പുതുവൈപ്പിനിൽ മീൻപിടുത്ത ബോട്ട് മുങ്ങിയ മത്സ്യത്തൊഴിലാളി മരിച്ചു. അമ്പലപ്പുഴ സ്വദേശി രഞ്ജൻ ആണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. ലാൽകൃഷ്ണ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലാൽ, ഇപ്പോൾ എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ആരാണ് മരിച്ചത്? ഈ ബോട്ടിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു? അമൃത, പുലർച്ചെ 5 മണിയോട് കൂടിയാണ് പുതുവൈപ്പിൻ ഭാഗത്ത് വച്ച് ഇവരുടെ മത്സ്യബന്ധനയാനം അപകടത്തിൽപ്പെടുന്നത്. യാത്ര തുടരുന്നതിനിടെ കടലിൽ വെച്ച് കായലിൻ്റെ തീരത്ത് വെച്ച് തന്നെ ഇതിൻ്റെ മുൻവശത്തുള്ള അടിഭാഗം അടർന്നു പോവുകയാണ് ഉണ്ടായത്. ഉടനെ തന്നെ ബോട്ട് പൂർണ്ണമായും വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നൊരു സ്ഥിതി ഉണ്ടായി. സമീപത്ത് വഞ്ചിയിൽ മീൻ പിടിക്കുകയായിരുന്ന ആളുകൾ ഇത് കാണുകയും അവരാണ് രക്ഷാപ്രവർത്തനത്തിന് ആദ്യ കൈയിൽ മുൻകൈ എടുക്കുകയും ചെയ്തത്. ബോട്ടിലുണ്ടായിരുന്നത് ആകെ 6 പേരാണ്. അതിൽ 5 പേരെയും ഉടൻ തന്നെ രക്ഷപ്പെടുത്താൻ ഈ വള്ളത്തിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് സാധിച്ചു. പക്ഷേ ഒരാൾ മിസ്സിംഗ് ആയിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിൽ, ഏറെ നേരം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് അമ്പലപ്പുഴ സ്വദേശിയായിട്ടുള്ള രഞ്ജൻ, 65 വയസ്സുണ്ട് അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയത്. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. നേരത്തെ പറഞ്ഞ പോലെ 5 പേരെ ആദ്യഘട്ടത്തിൽ രക്ഷിച്ച് രഞ്ജൻ കടലിലേക്ക് മുങ്ങിത്താഴുന്ന ഒരവസ്ഥയായിരുന്നു. ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് രഞ്ജനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങി ശ്വാസം മുട്ടിയുള്ള മരണമായിരിക്കാം എന്നുള്ളതാണ് സംശയിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ കൃത്യമായ വിവരങ്ങൾ വരുള്ളൂ. എന്തായാലും വിലപ്പെട്ടൊരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് പുതുവൈപ്പിൻ ഭാഗത്ത് വെച്ച് ഉണ്ടായത്. അങ്ങനെ സാധാരണഗതിയിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മേഖലയല്ല പുതുവൈപ്പിൻ എന്ന് പറയുന്നത്. ആലപ്പുഴ സ്വദേശിയാണ് ഇദ്ദേഹം. അവിടെ അവിചാരിതമായി ഉണ്ടായൊരു സംഭവമാണ്. അതും പുലർച്ചെ തന്നെ ഉണ്ടായ ഒരു സംഭവമാണ്. സംയോജിതമായ ഇടപെടൽ കൊണ്ട് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞുവെങ്കിലും രഞ്ജന്റെ ജീവൻ കാത്തുരക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.